ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാ ലക്ഷ്മി സരസ്വതി സാവിത്രി രാധാ ദേവീ നമഃ. ഓം പ്രസീദ വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമി മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വര സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ആനോ ഭദ്രാഃ കൃതവോ യന്തു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദ് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമഃ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെയും ആദിശങ്കര ഭഗവത്പാദരുടെയും അനുഗ്രഹം കൊണ്ട് നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമഹാത്മ്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 21-ാമത്തെ ശ്ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഈ ശ്ലോകത്തിൽ പറയുന്ന മഹാമന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രീ പരമാഹ്ലാദ ലഹര്യൈ നമഃ. ഓം ശ്രീ പരമാഹ്ലാദ ലഹര്യൈ നമഃ. ശ്ലോകത്തിൻ്റെ ഫലശ്രുതി എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും മധ്യേ നമുക്ക് സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ മര്യാദ ലഭിക്കുക, ഇത് കിട്ടുവാൻ വേണ്ടി ഈ സ്തോത്രം ജപിച്ച് സിദ്ധി പ്രാപിക്കുന്ന പക്ഷം ജനമധ്യത്തിൽ വളരെയേറെ പ്രശംസിക്കപ്പെടുകയും ആദരവ് ലഭിക്കുകയും ചെയ്യുന്നു. സങ്കല്പത്തിൽ സർവജന സമ്മാന്യതാ ലാഭാർത്ഥം ഏകവിംശതി ശ്ലോകം ജപേത് എന്ന് പറയണം. സർവജന സമ്മാന്യതാ ലാഭാർത്ഥം ഏകവിംശതി സ്തോത്രം ജപേത്. ഈ സ്തോത്രം പരാശക്തിയുടെ പരമാനന്ദത്തെ അനുഭവിക്കുന്ന ഒരു ഭാഗ്യം ജപിക്കുന്ന വ്യക്തിയിൽ കാണുന്നു എന്ന് പറയുന്നു. പരാശക്തിയുടെ സുഖം എന്ന് പറയുന്നത് പരമാനന്ദമാകുന്നു. ആനന്ദം തന്നെ നമ്മളുടെ ഈ ശരീരം കൊണ്ട് അനുഭവിക്കാൻ വളരെ പ്രയാസമാണ്. പരമാനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു ശരീരത്തിനും ഈ സുഖത്തെ അനുഭവിക്കാൻ സാധ്യമല്ല. ജപിക്കേണ്ട രീതി രാവിലെ കിഴക്കുമുഖം നോക്കിയിരുന്ന് 11 ദിവസം 1000 പ്രാവശ്യം വീതം ഈ ശ്ലോകത്തെ ജപം ചെയ്ത് സിദ്ധി വരുത്തേണ്ടതാകുന്നു. അങ്ങനെ ചെയ്യുന്ന പക്ഷമാണ് ജനമധ്യത്തിൽ വലിയ ഒരു പ്രശംസ നേടാനുള്ള, അധികാരം നേടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിത്തരുന്നത്. കൂടാതെ മറ്റുള്ളവർ നമ്മളിൽ എന്തെങ്കിലും തെറ്റുകുറ്റം കാട്ടി നമ്മളെ അവമാനപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഫലിക്കാതെ പോകും. മറ്റുള്ളവരുമായി നമുക്ക് വലിയ ഒരു മൈത്രീഭാവം, അതായത് ബന്ധു അല്ലെങ്കിൽ മിത്രഭാവം ഏർപ്പെടുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുവാനും വലിയ ഒരു ജീവിത നേട്ടത്തിൽ വളരെയേറെ വിജയകരമായിരിക്കുന്ന ഒരു ജീവിതം ഈ വ്യക്തിയിൽ അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ സ്തോത്രത്തിന് കൊടുത്തിരിക്കുന്ന ചക്രം ഹ്രീം എന്ന ബീജാക്ഷര മന്ത്രം വലിയ അക്ഷരത്തിൽ എഴുതി അതിനകത്തായിക്കൊണ്ട് വടക്ക് ഭാഗം, അതായത് മുകളിലായി ഹ്രീം എന്ന ഒരു പ്രാവശ്യവും പിന്നെ തെക്ക് ഭാഗത്ത്, അതായത് ചുവടെ 2 പ്രാവശ്യം ഹ്രീം ഹ്രീം എന്ന് എഴുതണം. മൊത്തം ഒരു വലിയ ഹ്രീം, അതിനകത്ത് 3 ചെറിയ ഹ്രീം. ഇതാണ് ഇതിലെ ചക്രം എന്ന് പറയപ്പെടുന്നത്. മന്ത്രം, തന്ത്രം, യന്ത്രം, ഈ 3 രീതിയിലാണ് ദൈവങ്ങളെ ഉപാസിക്കാൻ സനാതനധർമ്മത്തിലെ ആധ്യാത്മിക തത്വങ്ങളെല്ലാം നമുക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ഇതെല്ലാം മഹാത്മാക്കൾ, പൂർവികർ, മഹർഷിമാർ, മുനികളെല്ലാം തപസ് ചെയ്ത് സിദ്ധി വരുത്തി ആ പ്രത്യേകിച്ചുള്ള ദേവതയിൽ നിന്നും അനുഗ്രഹവും അപ്രൂവലും വാങ്ങിച്ച ശേഷമാണ് മറ്റുള്ള ശിഷ്യന്മാർക്ക് ഈ ഉപദേശമാർഗങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന മാതിരിയെല്ലാം നമ്മൾ ഉപാസന ചെയ്യുന്ന നേരത്ത് തദ്ഫലമായി നമുക്ക് അതിൻ്റെ പൂർണ്ണ ഫലം അനുഭവിക്കാൻ സാധിക്കുന്നത്. തടില്ലേഖാ തന്വീം തപന ശശി വൈശ്വാനരമയീം നിഷന്നാം
ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃദിത മലമായേന മനസാ മഹാന്തഃ പശ്യന്തഃ ദദതി പരമാഹ്ലാദ ലഹരീം തടില്ലേഖാതന്നീം തപനശശിവൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീം. ഇവിടെ പരാശക്തിയുടെ ഉപാസനാ മാർഗത്തിൽ മോക്ഷപ്രദമായിരിക്കുന്ന ധ്യാനരൂപം എന്താണോ അതിനെക്കുറിച്ചാണ് ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയെ നോക്കി വ്യാഖ്യാനിക്കുന്നത്. ശക്തിപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് എണീറ്റ ശേഷം ആദിശങ്കര ഭഗവത്പാദർ പരാശക്തിയുടെ തിരുമുഖത്ത് നോക്കുന്ന നേരം പരാശക്തി ആദിശങ്കരൻ്റെ ബുദ്ധിയിലൂടെ തന്നെക്കുറിച്ച് എന്താണ് അടുത്തത് എഴുതേണ്ടത് എന്നുള്ള ആ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ആജ്ഞ പുറപ്പെടുവിക്കുന്നതാണ് ആദിശങ്കര ഭഗവത്പാദരുടെ തിരുമുഖത്തിൽ നിന്നും പുറത്തു വരുന്നത്. അങ്ങനെ വന്ന ആ ഉത്തമ ശ്ലോകമാകുന്നു ഇത്. ധ്യാന സമ്പ്രദായത്തിന് വേണ്ടിയിട്ടാണ് ഈ ശ്ലോകങ്ങളെല്ലാം അദ്ദേഹം രചിച്ച് പരാശക്തിയുടെ അനുവാദം വാങ്ങിക്കുന്നത്. മനുഷ്യൻ പ്രകൃത്യ എല്ലാം പുറമേ കണ്ട് ബഹിർമുഖമായി ആരാധിക്കുന്ന സമ്പ്രദായത്തെയാണ് അധികം ഉപയോഗിച്ചു വരുന്നത്. പക്ഷേ യഥാർത്ഥമായി ഈശ്വര സാന്നിധ്യം ശരീരത്തിൽ കാണണമെങ്കിൽ അതിന് ധ്യാനം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതായത് അന്തർമുഖമായിരിക്കുന്ന ഉപാസന. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുധുർലഭായി നമഃ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പുറത്തുകൂടി ദൈവത്തെ തേടി നടക്കുകയാണെങ്കിൽ ആ സാക്ഷാത്കാരം വളരെ പ്രയാസപ്പെട്ടതായിരിക്കും. അതേ നേരത്ത് അകത്തുകൂടി ചെയ്യപ്പെടുന്ന പൂജാദികളായാലും ധ്യാനങ്ങളായാലും യോഗങ്ങളായാലും എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ആ ദൈവസാന്നിധ്യത്തെ അറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നു. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭായി നമഃ. അത് വശന്യാദി വാഗ്ദേവതാണ് അവിടെ പറയുന്നത്. ഇവിടെ ആദിശങ്കര ഭഗവത്പാദർ പറയുന്നു, അല്ലയോ മഹാത്രിപുരസുന്ദരി പരമേശ്വരി, മിന്നൽ കൊടി പോലെ അതികൃശമായി തേജോരൂപിണിയായി സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നുള്ള 3 ശക്തികൾ മൂലാധാരാദി ഷഡ്ചക്രങ്ങൾ വഴി, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹത, വിശുദ്ധി, ആജ്ഞ എന്നുള്ള ഷഡാധാര ചക്രങ്ങൾ, അതിന് മുകളിലായിരിക്കുന്ന സഹസ്രദള പത്മം, അങ്ങനെ ഷഡാധാര പത്മങ്ങളുടെയും ഉപരിഭാഗത്തിൽ സഹസ്രദള കമലത്തിൽ സ്ഥിതി ചെയ്യുന്ന പരാശക്തിയുടെ സാധാഖ്യയായ ബഹിന്ദവ കലയെ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, അജ്ഞാനം എന്നുള്ള ദോഷങ്ങളെയെല്ലാം പൂർണ്ണമായും നശിപ്പിച്ച് പിന്നീട് നിഷ്കളങ്കമായ സാത്വികമായ മനസ്സോടുകൂടി ഏതൊരു ഭക്തൻ പരാശക്തിയായ നിന്നെ ധ്യാനിക്കുന്നുവോ, പൂജിക്കുന്നുവോ, യോഗിക്കുന്നുവോ, ഭോഗിക്കുന്നുവോ അവനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയുള്ള മഹാത്മാക്കൾ സർവദാ അളവില്ലാത്ത സുഖാനന്ദ പരമ്പരയെ അനുഭവിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. ലളിതാ സഹസ്രനാമത്തിൽ മഹാപത്മാടവി സംസ്ഥ കദംബ വനവാസിന്യേ നമഃ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. മഹാപത്മം എന്ന് പറയുന്നത് ബ്രഹ്മരന്ധ്രം എന്നുള്ള സഹസ്രാര പത്മത്തെയാണ് കുറിക്കുന്നത്. ഇതാണ് വലിയ പത്മം. സാധാരണ പത്മങ്ങളല്ല, ഇത് മഹാപത്മമാണ്. മഹാപത്മാടവി സംസ്ഥ മഹാപത്മം എന്ന് പറയപ്പെടുന്ന സഹസ്രാര പത്മത്തിൽ പരമേശ്വരനായിരിക്കുന്ന സദാശിവനോടുകൂടി ലയിച്ചിരിക്കുന്ന ഭാവമാകുന്നു പരാശക്തിയുടെ ഇവിടെ. അപ്പോൾ ഭക്തൻ യോഗധ്യാനാദികൾ ചെയ്യുന്ന നേരത്ത് അവൻ്റെ ഷഡാധാര ചക്രങ്ങളിലൂടെ ഇട, പിംഗള, സുഷുമന എന്ന് പറയപ്പെടുന്ന 3 പ്രധാനപ്പെട്ട നാഡികൾ, 72,000 നാഡീനരമ്പുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിൽ അതിപ്രധാനം അർഹിക്കുന്ന ഇട, പിംഗള, സുഷുമന എന്നുള്ള ആ 3 നാഡികളുടെ രൂപത്തിലാണ് പരാശക്തി ഒരു സാധകൻ്റെ മൂലാധാരം മുതൽ സഹസ്രാര പത്മം വരയ്ക്കും പ്രയാണം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ദേവിയെ മിന്നൽ കൊടി പോലെ പ്രകാശിക്കുന്ന, മിന്നലിൻ്റെ പ്രകാശം, ശക്തി, ഗാംഭീര്യം എല്ലാവർക്കും പരിചയമാണ്. അതുപോലെയുള്ള ഒരു അനുഭവമാണ് കുണ്ടലിനി അഭ്യാസം ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിൽ സാധകൻ അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള
മിന്നൽ കൊടി പോലെയുള്ള രൂപമായിട്ടാണ് പരാശക്തിയെ അനുഭവിക്കുന്നത്. കൂടാതെ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, സൂര്യൻ എന്ന് പറയുന്നത് പിംഗള എന്ന് പറയപ്പെടുന്ന നാഡിയും, ചന്ദ്രൻ എന്ന് പറയുന്നത് ഇട എന്ന് പറയുന്ന നാഡിയും, സുഷുമ്ന എന്ന് പറയുന്നത് അഗ്നി നാഡിയുമാകുന്നു. ഈ 3 നാഡികളുടെയും രൂപത്തിലാണ് പരാശക്തി പ്രാണൻ എന്ന പേരിൽ മൂലാധാരത്തിൽ നിന്നും എണീറ്റ് സഹസ്രാരപരം പത്മം വരയ്ക്കും പ്രയാണം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി നമ്മൾ ഇതിനു മുമ്പിലുള്ള ശ്ലോകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ശിവശക്തി ആ പരാശക്തിയുടെ ആ രൂപത്തെ ഏതൊരു മഹാത്മാവ് ആർക്കാണ് ധ്യാനിക്കാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പല 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 കോടി ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള സുഹൃതത്തിനെ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊരു ധ്യാനം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും ധ്യാനിക്കാൻ വളരെ പ്രയാസം. ധ്യാനം അത്ര എളുപ്പം വന്ന് കൂടിച്ചേരുന്നതല്ല. ധ്യാനം എന്ന് പറയുന്നത് ഒരു യോഗമാകുന്നു. നല്ല യോഗം, ചീത്ത യോഗം എന്നെല്ലാം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദുർയോഗം, സത്യോഗം. അതുമാതിരി ധ്യാനയോഗം എന്ന് പറയുന്ന ഒരു യോഗമാണ്. ഇതിനൊരു ഭാഗ്യം ചെയ്ത് കിട്ടണം. അതായത് മനസ്സടങ്ങിയിരിക്കണം. വികാര വിചാരാദി വിഷയങ്ങളിൽ ഒന്നിലും തന്നെ നമ്മളുടെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നുകൊണ്ടും സ്പർശിക്കാത്ത ഒരു ചിന്മയാനന്ദമായിരിക്കുന്ന ഒരു സ്ഥിതിയിലായിരിക്കണം ഒരു സാധകൻ ധ്യാനം ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമാണ് ഈ മിന്നൽ കൊടി പോലെ പ്രകാശിക്കുന്ന പരാശക്തിയുടെ ഈ ആനന്ദ സുഖത്തെ നാം അനുഭവിക്കാൻ സാധിക്കുന്നത്. മറ്റുള്ള നേരത്തിൽ ഇത് സാധ്യമല്ല. അതുകൊണ്ടാണ് ശിവശക്തിക്കുരൂപമായിരിക്കുന്ന 26ാമത്തെ തത്വത്തെയാണ് സാധാഖ്യ ബഹിന്ദവ കല എന്ന് പറയപ്പെടുന്നത്. സദാ ഐക്യമായിരിക്കുന്ന കലയാകുന്നു ഇത്. 26 കലകളെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ. ഓരോ കലകളും ജീവനാകുന്നു, അല്ലെങ്കിൽ ഒരു തത്വമാകുന്നു. അതിൽ 26ാമത്തെ കലയാകുന്നു ഇവിടെ സാധാഖ്യ ബൈന്ദവി കല എന്ന് പറയപ്പെടുന്നത്. ശിവൻ എന്നുള്ള തത്വമായി ബന്ധിക്കപ്പെടുന്നത് കൊണ്ട് സദാ ഐക്യസ്വരൂപമായി പ്രഖ്യാപിക്കുന്നു. ശക്തിയെ ശിവനിൽ നിന്നും ആർക്കും വിഭജിക്കാൻ സാധ്യമല്ല. ശിവനെ ശക്തിയിൽ നിന്നും ആർക്കും വിഭജിക്കാൻ സാധ്യമല്ല. ആറ്റത്തിനെ വിഭജിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് പോലെ ഇവർ എപ്പോഴും അഭിന്നമാകും. ഇവരെ ഒരിക്കലും ഭിന്നിപ്പിക്കാൻ സാധ്യമല്ല. ശിവനും ശക്തിയും ഭിന്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിൽ ഒന്നും ഉണ്ടാവുന്നതല്ല. അതായത് ആറ്റം വിൽ ഡിസപ്പിയർ. പിന്നെ എങ്ങനെയാണ് ന്യൂട്രോൺ, പ്രോട്ടോൺ, ലൈപ്ട്രോൺ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് ചിന്തിക്കാനോ ഊഹിക്കുവാനോ സാധ്യമല്ല. അങ്ങനെയുള്ള ആ ബൈന്ദവി കല എന്ന് പറയുന്നത് ഷഡാധാരങ്ങളുടെയും ഗ്രന്ഥിത്രയത്തിൻ്റെയും ഉപരിഭാഗത്തിൽ 3 പ്രധാനപ്പെട്ട ഗ്രന്ഥികളിലാണ് ഈ 6 ചക്രങ്ങളെ ഘടിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി. ഈ ഗ്രന്ഥികളിൽ കൂടിയിട്ടാണ് ഷഡാധാര ചക്രങ്ങളെയും സ്ഥാപിതമാക്കി വെച്ചിരിക്കുന്നത്. നട്ടെല്ലിൻ്റെ പിൻഭാഗത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിസൂക്ഷ്മമാകുന്നു. കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഒന്നും നോക്കി നിൽക്കാൻ സാധ്യമല്ല. എന്ത് സ്കോപ്പ് ഉപയോഗിച്ചാലും ഈ ചക്രങ്ങളെ കാണാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഗ്രന്ഥിത്രയത്തിൻ്റെ ഉപരിഭാഗത്തിൽ പരമശിവനോടുള്ള മഹാത്രിപുരസുന്ദരിയുടെ വിഹരണാവസ്ഥയിൽ ഉണ്ടാകുന്നതാകുന്നു ശിവശക്തിയാത്മകം എന്ന് പറയപ്പെടുന്ന ആ സംഘട്ടനം, അല്ലെങ്കിൽ ആ കൂടിച്ചേരൽ. അതിനെയാണ് ബൈന്ദവി കല എന്ന് പറയപ്പെടുന്നത്. ഈ കലയാണ് പല കോടി ജന്മങ്ങളിൽ സാധന ചെയ്തുകൊണ്ടിട്ടുള്ള ഭക്തന് മാത്രം, അല്ലെങ്കിൽ പുണ്യം ചെയ്തിട്ടുള്ള ഒരു സാധകന് മാത്രം കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളെയും അജ്ഞാനത്തെയും നശിപ്പിക്കാൻ കെൽപ്പുള്ളവനായിത്തീരുന്നു, ശക്തിയുള്ളവനായിത്തീരുന്നു. അങ്ങനെയുള്ള മഹാത്മാവ് അജ്ഞാനം തീരെ നശിച്ചവനായിരിക്കണം. ശുദ്ധമായ ഹൃദയം, വിശുദ്ധ ഹൃദയമായിരിക്കുന്ന ഹഠയോഗാദികൾ അനുഷ്ഠിക്കുന്ന കഠിനമായ യോഗ സാധനകളാകുന്നു ഹഠയോഗം. അതിലൂടെ സാധാഖ്യ കലാരൂപിണിയായിരിക്കുന്ന സുധാസാരാഭിവശ്യന്നേ നമഃ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. ആ ശക്തിയെ നിരന്തരമായി തന്നെ അളവില്ലാത്ത സുഖാനന്ദ പരമ്പരയെ അനുഭവിപ്പിക്കുന്നു. ഇത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പരാശക്തി പുഞ്ചിരിച്ചുകൊണ്ട് ശങ്കരഭഗവത്പാദരുടെ ഈ അപേക്ഷയെ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിലെന്ത് സംശയം? കാരണം ദൈവത്തെക്കുറിച്ച് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന ഏതൊരു മഹാത്മാവും ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ സ്വല്പമാകുന്നു. ആദിശങ്കര ഭഗവത്പാദരും വ്യാസമഹർഷിയും എല്ലാം തന്നെ ഈശ്വരനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ കുറച്ചാണത്രേ. വ്യാസഭഗവാനോട് ചോദിക്കുന്നു, വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈബ്രഹ്മനിതയേ വാസിഷ്ഠായ നമോ നമഃ. പരാശര മഹർഷിയുടെ പുത്രനായി ജനിച്ച വ്യാസർ, കൃഷ്ണദ്വൈപായൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വേദത്തെ 4ആയി പിരിച്ചതുകൊണ്ട് അതിന് വ്യാസം എന്ന് പറയുന്നു. വ്യാസൻ എന്ന പേര് കിട്ടി. വ്യസിച്ചവൻ, പിരിച്ചു നൽകിയവൻ, അല്ലെങ്കിൽ മാറ്റി വിഭജിച്ച് നൽകിയവൻ എന്നുള്ള അർത്ഥം എല്ലാം വരുന്നുണ്ടായിരുന്നു.
അങ്ങനെയുള്ള വ്യാസഭഗവാനോട് ചോദിക്കുന്നു, നിങ്ങൾക്കാണോ സംശയം ദൈവത്തെക്കുറിച്ച് എന്ന്. ആരാ ചോദിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഗുരുവായിരിക്കുന്ന നാരദ മഹർഷിയോടാണ് ചോദിക്കുന്നത്. നാരദ മഹർഷി ചോദിച്ചു, വ്യാസ, 36 പുരാണങ്ങൾക്കും നാഥനാകുന്നു നീ. വിശ്വസഹസ്രനാമത്തെയും മഹാഭാരതത്തെയും രചിച്ച മഹാവ്യക്തിയല്ലേ, നിനക്കാണോ ദൈവത്തെക്കുറിച്ച് ഇനി ആരെങ്കിലും പുതുതായിട്ട് പറഞ്ഞു തരാനുള്ളത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് സ്വല്പമാകുന്നു, വളരെ കുറച്ച്. സമുദ്രം പോലെ ഇരിക്കുന്ന ദൈവജ്ഞാനത്തിൻ്റെ മുമ്പിൽ ആ കടൽക്കര ഓരത്തിലുള്ള ജലങ്ങൾ അല പോലെ വന്നു പറഞ്ഞിരിക്കുമ്പോൾ അതിൽ എൻ്റെ പാദങ്ങൾ മാത്രം സ്പർശിച്ചിട്ടേ ഉള്ളൂ. ഇനിയും ദൈവത്തെക്കുറിച്ച് അറിയുവാനും ദൈവത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാനും സമുദ്ര വലിപ്പത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാക്കളെല്ലാം തന്നെ പറയുന്നത് ഈശ്വര ചൈതന്യത്തെയോ ഈശ്വരനെ കുറിച്ച് അറിയാൻ വളരെ കുറച്ച് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇന്ന് ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മഹാത്മാക്കളെയും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 5% അല്ലെങ്കിൽ 10% ദൈവത്തിനെ കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ടാവാം എൻ്റെ അഭിപ്രായത്തിൽ. ഇനിയും 90%-ൽ കൂടുതൽ ദൈവം എന്നുള്ള തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനിരിക്കുന്നു. അത്രയും വലിയ ഒരു മഹാശക്തിയാണ് ഈ ആധ്യാത്മിക ചിന്ത അല്ലെങ്കിൽ ദൈവശക്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിനെ പരമ്പരയായി അനുഭവിക്കുക, നിരന്തരമായി അനുഭവിക്കുക. പരമ്പര എന്ന് വെച്ചാൽ 7 തലമുറകൾക്ക് പരമ്പര എന്ന് പറയപ്പെടുന്നു. പരനും പരയും ചേർന്നതാകുന്നു. അതുകൊണ്ട് പരമ്പര എന്നുള്ള പേര് പറയപ്പെടുന്നു. ആൾമോസ്റ്റ് 650 to 700 ഇയേഴ്സ് ലൈഫ് സ്പാൻ എന്ന് പറയണം ഈ 7 ജന്മം അല്ലെങ്കിൽ 7 തലമുറ എന്ന് പറയപ്പെടുമ്പോൾ. അങ്ങനെ പരമ്പരയായി അനുഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഭക്തജനങ്ങളെല്ലാം പ്രീ മാരേജ് അല്ലെങ്കിൽ ഗർഭധാനം ചെയ്യുന്നതിന് മുമ്പ് ഈ പരാശക്തിയെ ഇങ്ങനെ സൂര്യചന്ദ്ര അഗ്നിസ്വരൂപമായി തൻ്റെ ശരീരത്തിൽ മൂലാധാര പത്മം മുതൽ സഹസ്രാര പത്മം വരയ്ക്കും ഉള്ള ആധാര ചക്രങ്ങളിൽ പരാശക്തിയെ ജ്വലിക്കുന്ന ശക്തിസ്വരൂപിണിയെ ധ്യാനിച്ച് സഹസ്രാര പത്മത്തിൽ നിന്നും പ്രവഹിക്കുന്ന ആനന്ദാമൃതത്തെ പാനം ചെയ്ത് ശരീരം മുഴുവൻ നമ്മളുടെ എല്ലാ നാഡീ നരമ്പ് സമ്പ്രദായങ്ങളെയും നമ്മളുടെ ബീജമെന്ന് പറയപ്പെടുന്ന മൂലശക്തിയെയും പ്രാണശക്തിയെയും സൂര്യശക്തിയെയും എല്ലാത്തിനെയും നനപ്പിച്ച് അമൃതസ്വരൂപമായിരിക്കുന്ന ശക്തി ചൈതന്യത്തെ ഓരോ അണുവിലും ഓരോ സെല്ല് അല്ലെങ്കിൽ ഓരോ കോശത്തിലും നിറച്ചു വച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് പിന്നീട് അദ്ദേഹം ബീജോത്പാദനം ചെയ്ത് ഒരു കുഞ്ഞിന് ഗർഭധാനം ചെയ്യുമ്പോൾ ആ കുഞ്ഞിനും ഇദ്ദേഹത്തിൻ്റെ സാധനയുടെ ബലം അല്ലെങ്കിൽ സാധനാ സമ്പ്രദായം അല്ലെങ്കിൽ സാധന ചെയ്യണം എന്നുള്ള ആഗ്രഹം, ദൈവത്തിൽ വിശ്വാസം എന്നുള്ളതെല്ലാം ആ കുട്ടിയിലും പ്രതിഫലിക്കുന്നു. ആ കുട്ടി അതേമാതിരി തന്നെ ധ്യാനയോഗാദികളെല്ലാം ചെയ്യാനുള്ള താല്പര്യം ചെറിയ വയസ്സ് മുതൽ തന്നെ പ്രകടിപ്പിക്കും. അങ്ങനെ അടുത്ത ജന്മത്തിൽ ആ കുഞ്ഞിന് ജനിക്കുന്ന ഇനിയൊരു കുഞ്ഞിനും ഇങ്ങനെ പരമ്പരയായി ഈ സുഖത്തെ അനുഭവിക്കാനുള്ള യോഗം സിദ്ധിക്കുന്നു. അതുകൊണ്ടാണ് മാതാപിതാക്കൾ ഭക്തിശ്രദ്ധയോടുകൂടി വേണം ഗർഭധാനം ചെയ്യുവാനും കുഞ്ഞിനെ വളർത്തിയെടുക്കുവാനും. അപ്പോൾ മാത്രമാണ് ഈ പരമ്പര അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ് ഓർ ഡിസ്കണക്ഷൻ, അതിന് ഒരു വിധത്തിലും ഛേദനം സംഭവിക്കാതെ അതങ്ങനെ പരമ്പരയായി കണ്ടിന്യൂ ചെയ്തു വരും. അങ്ങനെയാണ് പലർക്കും ഈ ശക്തി ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആനന്ദ പരമ്പര ഒരാളിൽ മാത്രമല്ല തങ്ങി നിൽക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ആ സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നിലൂടെ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആ സുഖം അവർക്ക് ലഭിക്കാനുള്ള തകുതി അല്ലെങ്കിൽ യോഗ്യത ചെറിയ വയസ്സ് മുതൽക്ക് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഭഗവാന് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളിലെല്ലാം തന്നെ ഈ ഭഗവത് ചൈതന്യം നിറഞ്ഞിരിക്കും. പക്ഷേ ആ ഭഗവത് ചൈതന്യത്തെ ക്രയവിക്രയം ചെയ്യാനുള്ള ശക്തിയോ അല്ലെങ്കിൽ നോ ഹൗ, അതായത് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അറിയുന്നതല്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ മക്കളായി ജനിച്ചാൽ പോലും അവരും ഇതുമാതിരി ഇരുന്ന് സാധന ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ ദൈവിക ശക്തിയെ അവർ തന്നിൽ ഉണരണം. അപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഞാനൊരു ദൈവമാകുന്നു എന്ന്. മറ്റുള്ളവർക്ക് പല കോടി ജന്മങ്ങളിൽ ചെയ്യേണ്ടത് ഈ ദൈവിക ശക്തി അധികമുള്ള ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ജാതമായിരിക്കുന്ന ഈ അവതാര ദൈവങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അവർ കാര്യസാധ്യം നൽകുന്നു. പ്രകൃതി അവരിൽ പെട്ടെന്ന് അനുഗ്രഹം ചെയ്യുന്നു. മറ്റുള്ളവർക്കാണ് പല ജന്മങ്ങളിൽ സാധന ചെയ്ത് ഈ ആനന്ദ അനുഭവത്തെ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നത്. അപ്പോൾ 26ാമത്തെ തത്വം എന്ന് പറയപ്പെടുന്ന സാധാക്യ ഭൈന്ദവ ഈ കല എന്ന് പറയുന്ന ഈ കല എങ്ങനെ സാധ്യമായി തീരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, പ്രാണൻ 5, പഞ്ചപ്രാണൻ,
പഞ്ചഭൂതങ്ങൾ 5, അപ്പോൾ 20ആയി. അന്ധക്കരണങ്ങൾ 4, ബുദ്ധി, ചിത്തം, അഹങ്കാരം, മനസ്സ് 24ആയി. പിന്നീടുള്ളത് ജീവൻ, അതാണ് ശിവൻ, 25ആയി. 26ാമത്തേതാകുന്നു ശിവശക്തി. അങ്ങനെ ശിവശക്തി എന്നുള്ള തത്വം തന്നെയാകുന്നു ഈ സാധാക്യ ഭൈന്ദവി കല എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാമകല എന്നും പറയാറുണ്ട്. കാമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ, കല എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തി, അല്ലെങ്കിൽ ജീവാത്മാവ്, പരമാത്മാവ്. അപ്പോൾ കാമകല എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവശക്തി എന്നുള്ളത് അർത്ഥമാകുന്നു. കാമകലാരൂപായ നമഃ ലളിതാ സഹസ്രനാമത്തിലുമുണ്ട്. മനുഷ്യൻ ഇങ്ങനെ ഒരു അനുഭവം സാധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ സ്ഥിതിയെ സമാധി എന്ന് പറയപ്പെടും. സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണോ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുവാനുള്ള ശക്തി ലഭിക്കുന്നത്, ആ മുഹൂർത്തത്തെയാകുന്നു സമാധി എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഒരാൾ സമാധിസ്ഥനാകണമെങ്കിൽ ഇതിന് നിർബീജ സമാധി എന്നും പറയപ്പെടുന്നു. നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഉത്പത്തിയാകുന്നതാകുന്നു ഈ നിർബീജ സമാധി. അതായത് ബീജോത്പാദനം ഇല്ലാത്ത ഒരു സ്ഥിതിയായി തീരുക. അതായത് സൃഷ്ടി അല്ലെങ്കിൽ ഇനിയൊരു പുതിയ സൃഷ്ടിക്രമത്തെ ചെയ്യാനുള്ള ആഗ്രഹം ഇല്ലാത്ത സ്ഥിതി, അത്രയും അത്യുന്നതമായിരിക്കുന്ന സായുജ്യ പദവി എന്നർത്ഥം. അപ്പോൾ സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ ആർക്കാണോ തൻ്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ മുഹൂർത്തത്തെയാകുന്നു സമാധി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സമാധി എന്നുള്ള ആ സമയത്ത് മനസ്സുമില്ല, ബുദ്ധിയുമില്ല, ചിത്തമില്ല, അഹങ്കാരമില്ല, ഇന്ദ്രിയങ്ങളില്ല, ഒന്നുമില്ല, ശൂന്യാവസ്ഥയിലായിത്തീരുന്നു. അതുകൊണ്ടാണ് സമാധിയിലിരിക്കുന്ന ആളുകൾക്കൊന്നും മനസ്സിലാവാത്തത്. ആരെങ്കിലും പോയി കടിക്കുകയോ ഇടിക്കുകയോ പിടിക്കുകയോ ചെയ്താൽ പോലും അവർക്കൊന്നും അത് അനുഭവപ്പെടുന്നതല്ല. അതെല്ലാം ഒരു കവചത്തിൻ്റെ മുകളിൽ വന്ന് തറയ്ക്കുന്ന അസ്ത്രങ്ങളെ പോലെ അങ്ങനെ തറച്ചു നിൽക്കുന്നതല്ലാണ്ട് അകത്തൊന്നും പ്രതിഫലിക്കുന്നതല്ല. ഇത്രയും വലിയ ഒരു മഹാതത്വത്തെ ആദിശങ്കര ഭഗവത്പാദർ പരമേശ്വരിയുടെ ദിവ്യമായിരിക്കുന്ന ശരീരത്തെ നോക്കിക്കൊണ്ട് തൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനകത്ത് ഷഡാധാര പത്മങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ പരാശക്തിയുടെ തത്വത്തെ, മിന്നൽ കൊടി പോലുള്ള ശക്തിയുടെ ഈ പരമമായിരിക്കുന്ന രൂപത്തെ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നുള്ള 3 മഹാതത്വസ്വരൂപമായിരിക്കുന്ന ഈ അനുഭവത്തെ അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചത്. അങ്ങനെ എല്ലാവരും പരാശക്തിയുടെ ഈ മന്ത്രത്തെ ധ്യാനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജപിച്ചിട്ടുണ്ടെങ്കിലും മതി. ഒറ്റൊരു പ്രാവശ്യം ജപിച്ചാലും മതി. തുടരെ ജപിച്ചു കഴിഞ്ഞാൽ അതിന് ഇനിയും ശക്തി കൂടും. ഒരു പ്രാവശ്യമെങ്കിലും ജപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ അനുഭവത്തിന് ഏതെങ്കിലും ഒരു ജന്മത്തിൽ തൻ്റെ ശരീരത്തെ വെച്ചുകൊണ്ട് തന്നെ ഈ അനുഭവത്തെ അനുഭവിക്കാനുള്ള ഒരു യോഗം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഉണ്ടായിത്തീരുന്നതാണ്. അത്രയും വലിയ ഒരു ശക്തിയെ, ഒരു മഹാത്മത്തെയാകുന്നു ഈ ശ്ലോകത്തിൽ ആദിശങ്കർ ഭഗവത്പാദർ രചിച്ച് പരാശക്തിയിൽ സമർപ്പിച്ചത്. തടില്ലേഖ തന്വീം. തടിലേഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നൽ പൊടി പോലെ സൂക്ഷ്മമായിരിക്കുന്ന തേജോരൂപയും ക്ഷണകാന്തിയോടുകൂടിയതുമായിരിക്കുന്ന സൂര്യചന്ദ്ര അഗ്നിസ്വരൂപിണിയായി, അതായത് സൂര്യനിലും ചന്ദ്രനിലും അഗ്നിയിലും മിന്നൽ കൊടിയിലും കാന്തിയിലും തേജസ്സിലും എല്ലാത്തിലും ഈ പരാശക്തിയുടെ രൂപത്തെ പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നു ദേവി. അവരിലൂടെ എല്ലാം ഈ പരാശക്തിയുടെ മഹാചൈതന്യത്തെ നമുക്ക് അനുഭവിക്കാൻ സാധ്യമാണ് എന്നുള്ളതും ഇതിലൂടെ അർത്ഥമാകുന്നു. നിഷണ്ണാം ഇരിക്കുന്ന, ഷണ്ണാമപ്യുപരി കമലാനാം, അതായത് മൂലാധാരം മുതൽ തുടങ്ങിയിട്ടുള്ള 6 ആധാര ചക്രങ്ങൾക്ക് ഉപരിഭാഗത്തായി തവ കലാം മഹാപത്മാടവ്യാം, പരാശക്തിയായിരിക്കും നിന്റെ കലകൾ, സാധാക്യകല 26 കലകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിലെ സാധാക്യമായിരിക്കുന്ന ബൈന്ദവീ കലയാണ് സഹസ്രാരപത്മത്തിൽ ശോഭിക്കുന്നത്. മൃതിധമലമായേന, നശിപ്പിക്കപ്പെട്ട കാമക്രോമലോ മതമാശ്രദ്യാദികൾ ഇതെല്ലാം നശിച്ചിരിക്കണം ശരീരത്തിൽ. അപ്പോഴാണ് ആ ശരീരം വിശുദ്ധമായിരിക്കുന്ന പരിശുദ്ധമായ ശരീരമായി തീരുന്നത്. അങ്ങനെയുള്ള ശരീരത്തിൽ ശുദ്ധമായിരിക്കുന്ന മനസ്സ് ജാതമാകുന്നു. മനസ്സാ മഹാന്തഹ, അവരെല്ലാം മഹാത്മാക്കൾ എന്ന് വിളിക്കപ്പെടണം. അങ്ങനെയുള്ള മഹാത്മാക്കൾ പശ്യന്തഹ ദദതി, സാക്ഷാത്കരിക്കുന്നവർ അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നവർ, നിന്നെ ധരിക്കുന്നവർ, പരമാഹ്ലാദ ലഹരിയും, പരമമായിരിക്കുന്ന ആഹ്ലാദത്തെ, സുഖാനന്ദ പരമ്പരയെ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുഭവിക്കുന്നവരുടെ കൺദൃഷ്ടി കൊണ്ട് മാത്രം തന്നെ അവർ നമ്മളെ നോക്കിയാൽ തന്നെ മതി, നമ്മളുടെ ജീവിതം സഫലമായി തീരും. ഇപ്പോൾ ഇനിയൊരു ഉപായമുണ്ട്. ഭഗവത്പാദരുടെയോ പരാശക്തിയുടെയോ ചിത്രപടത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂറെല്ലാം. കണ്ണിലൂടെ ധാരധാരയായി ജലമൊഴുകുന്നതാണ്, കുഴപ്പമില്ല, വരട്ടെ. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും
നമ്മളുടെ അജ്ഞാനം നീങ്ങി ആ രൂപം അങ്ങനെ തന്നെ ഈ ശരീരത്തിൽ പ്രതിഫലിപ്പിച്ച് കാണാൻ സാധ്യമാകുന്നു. പല നേരത്തും നാം ദൈവത്തെ കുറിച്ച് തപസ് ചെയ്യാൻ അല്ലെങ്കിൽ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മളുടെ ശരീരം തന്നെ ആ ദൈവത്തിൻ്റെ അതേ രൂപത്തിലായി കാണാൻ സാധിക്കുന്നു. എനിക്ക് അനുഭവമാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാധ്യമാണ്. പരിശീലനം കൊണ്ട് മാത്രമാണ് എല്ലാം സാധിക്കുന്നത്. നാം പരാശക്തിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും വാക്കിനെയും ദേവിക്കായി വിട്ടുകൊടുക്കുക. ഓരോ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പോയി ചേർന്ന് ഈ രശീതി വാങ്ങിക്കുന്ന ഒരു കൗണ്ടറുണ്ട്, വഴിപാട് കൗണ്ടർ. അവിടെ ഒരു 100-150 പേര് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ദൈവം പോയി നിൽക്കും. എന്നിട്ട് അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് മൊത്തത്തിൽ കൗണ്ടറിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു രക്തപുഷ്പാഞ്ജലി ടിക്കറ്റ് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. അത് ആ പൂജ ചെയ്യുന്ന ആളുടെ കൊടുക്കും. അദ്ദേഹം ഒരു പ്രസാദം എന്നുള്ള പേരിൽ കുറച്ച് ചന്ദനം, പുഷ്പം എല്ലാം കൂടി ചേർത്ത് കൊടുക്കും. ആർക്കാരുടെ കൊണ്ട് ഗുണം? എന്താ നടന്നിരിക്കുന്നത്? ഒന്നുമില്ല. ഒരു 10 മിനിറ്റ് ക്യൂ നിന്നു, അത്രയേ ഉള്ളൂ. അതിന് പകരം, അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം മുഴുവൻ തന്നെ ദൈവചൈതന്യത്തിൻ്റെ അംഗങ്ങളാകുന്നു. അതായത് മതിൽക്കെട്ടിന് അകത്ത് മുതൽക്ക് നാം പാദമെടുത്ത് വയ്ക്കുമ്പോൾ ദേവൻ്റെ ശരീരത്തിലാണ് നമ്മുടെ പാദം പെടുന്നത്. അത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ശരീരത്തിൽ തന്നെയാണ് നമ്മളുടെ പാദങ്ങൾ എടുത്ത് വയ്ക്കുന്നത് നമ്മൾ. അപ്പോൾ ചോദിക്കും, എനിക്ക് പാപം കിട്ടുമെന്ന്. ഒരിക്കലും കിട്ടില്ല. എങ്ങനെ പാപം കിട്ടുക? ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ വീട്ടിൽ ജനിച്ചിരിക്കുന്നു. അച്ഛൻ, അമ്മ, കൊച്ചു കുഞ്ഞ്, മുത്തശ്ശൻ, മുത്തശ്ശി എല്ലാവരും ഉണ്ട്. ആ കുഞ്ഞ് തൻ്റെ പിഞ്ചു പാദങ്ങളെ കൊണ്ട് ചവിട്ടി അച്ഛൻ്റെ മാറത്ത് കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ അമ്മയുടെ മാറത്ത് കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശിയെ ചവിട്ടിക്കൊണ്ടാണ് കയറുന്നത്. ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാറുണ്ടോ? സന്തോഷമല്ലേ വരാറുള്ളൂ? സുഖിക്കാറില്ലേ ഉള്ളൂ? അനുഗ്രഹിക്കാറില്ലേ ഉള്ളൂ? ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് നമ്മൾ ആ ആലിംഗനം ചെയ്ത ആ കുഞ്ഞിന് എല്ലാവിധമായ ഐശ്വര്യങ്ങളെയും നൽകണമേ ഈശ്വര എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ലേ ഉള്ളൂ? അതേപോലെയാണ് ഭക്തനായ നാം കുഞ്ഞുങ്ങളാണ് ദൈവത്തിൻ്റെ. ആ ദൈവത്തിൻ്റെ ശരീരത്തിൽ നമ്മളുടെ പാദം സ്പർശനം കൊണ്ട് തന്നെ ദൈവത്തിന് അതിയായ സന്തോഷം ഏർപ്പെടുന്നു. ഭഗവാനെ അടുത്ത് ചെന്ന് കാണേണ്ട ആവശ്യം പോലുമില്ല. ആ ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് കാല് എടുത്ത് വെച്ചാൽ തന്നെ മതി. നമുക്ക് ആ പരമചൈതന്യമായിരിക്കുന്ന ഭഗവാന്റെ ചൈതന്യ സ്വരൂപം നമ്മളിൽ വന്നു ചേരും. ആ നേരത്തെല്ലാം ശരീരത്തെ ഭഗവാനായി വിട്ടുകൊടുക്കണം. എൻ്റെ ദൈവമേ, എനിക്ക് തരാനായിട്ട് വേറെ ഒന്നുമില്ല. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒറ്റൊന്ന് തത്വം ഈ ശരീരം ഒന്ന് മാത്രമാണ്. എൻ്റെ അച്ഛനമ്മയും പ്രസാദിച്ച് എനിക്ക് തന്നിട്ടുള്ള എൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ഈ ശരീരമാണ്. ഇത് നീ എടുത്തോ. പിന്നീടുള്ളത് ഈ എടുത്തോ എന്ന് പറയാനുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് അടുത്തത്. അതിനെ ഞാൻ നിനക്ക് തരുന്നു. വാക്കുകളാണ് ഉള്ളത്. ഞാൻ എൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ തിരുനാമങ്ങൾ, നിൻ്റെ പുണ്യനാമങ്ങൾ, നിന്നെ പ്രശംസിക്കുന്ന കീർത്തനങ്ങൾ പാടിക്കൊണ്ട് എൻ്റെ വാക്കുകളെ മുഴുവൻ ഞാൻ നിന്നിൽ സമർപ്പിക്കുന്നു. അങ്ങനെ മനസാ വാചാ കർമ്മണ മൂന്നിനെയും സമർപ്പിക്കുന്ന സമ്പ്രദായമാകുന്നു ഓരോ ക്ഷേത്രത്തിനകത്തും നാം ചെയ്ത് തീർക്കേണ്ടത്. ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഇതാണ് മനസ്സിൽ കാണേണ്ടത്. ഇതാണ് ആക്ച്വലി നടക്കേണ്ടതായ സംഭവം ഇതാണ്. പക്ഷേ ഇതൊഴിച്ച് വേറെ എന്തെല്ലാം നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും അതെല്ലാം ചെയ്തിരിക്കും. അതുകൊണ്ടാണ് പാപം ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ പുണ്യം ലഭിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകണ്ട എന്ന് പറയുന്നില്ല ഞാൻ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ദൈവചൈതന്യത്തെ എല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ട് നാം ഒരു 2 മിനിറ്റെങ്കിലും അവിടെ ഇരുന്ന് ധ്യാനിക്കണം. ഈ ശക്തി ചൈതന്യം, ഈ പ്രകൃതിയുമായി നാം ലയിക്കണം. ആ ദൈവചൈതന്യത്തെ നമ്മൾ ഉണരണം, അറിയണം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് യോഗ സാധന എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഓരോ ഭക്തന്മാരും ഒരു മൗനമായ സ്ഥലത്തിരുന്ന് വിജനപ്രദേശങ്ങളിലിരുന്ന് പരാശക്തിയെ ധ്യാനിക്കുമ്പോൾ ഈ പ്രകൃതി തന്നെ അവർക്ക് അനുഗ്രഹിക്കുന്നു. ആ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒന്നുകിൽ സൂര്യനുണ്ടാവും, അല്ലെങ്കിൽ ചന്ദ്രനുണ്ടാവും, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രകാശം ഉണ്ടാവും. ഇതല്ലേ ലോകത്തിലുള്ളത്? എവിടെ നോക്കിയാലും ഇതാണുള്ളത്. അപ്പോൾ ഇവരാണ് പ്രത്യക്ഷമായിരിക്കുന്ന ആ ശക്തി. പരാശക്തിയെ ഭഗവത്പാദർ പറയുന്നു, നീ സൂര്യനായും ചന്ദ്രനായും അഗ്നിയായും നിന്ന് ഞാൻ കാണുന്നു, അതിലെല്ലാം നിന്റെ ചൈതന്യത്തെ ഞാൻ അനുഭവിക്കുന്നു. മിന്നൽ കൊടി പോലെ പ്രകാശിക്കുന്ന കാന്തശക്തിയോടുകൂടി നീ ജ്യോതിരൂപമായി പ്രപഞ്ചം മുഴുവൻ പ്രസരിക്കുന്നു. ഇതല്ലേ സത്യമെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞതാണ് പരാശക്തി. അതുകൊണ്ട് ഈ പ്രകൃതിയിൽ നമുക്ക് കിട്ടാനുള്ളത് സർവ്വപ്രപഞ്ച ശക്തികളെയും നാം ദൈവികമായി ചിന്തിച്ചുകൊണ്ട് ആ ദൈവിക ചൈതന്യത്തിൽ തന്നെ സായുജ്യത്തെ അടയണം എന്നാണ് ആദിശങ്കർ ഭഗവത്പാദരുടെ അഭിപ്രായമായി ഈ സ്തോത്രത്തിൽ അംബികയ്ക്കായി അദ്ദേഹം സമർപ്പിച്ചത്. തടില്ലേകാ തന്നീം
തപനശശിശൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടഭ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീം. സർവം ജഗദമ്പാർപ്പണമസ്തു. ഹരി ഓം.